നല്ലതിനെ നല്ലതായിട്ട് കാണണം. ഇത്തരത്തിലുള്ള ചീത്തയൊന്നും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിക്കരുത്. അവിടേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾ നെഞ്ചുരുകിയിട്ട് എൻ്റെ മക്കൾ കോളേജിൽ നിന്ന് വരുന്നത് വരെ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പാർട്ടിയാണ്. സർക്കാരിനെ ആര് മുൻപോട്ട് കൊണ്ടു നടക്കുന്ന ആ പാർട്ടിയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് വയനാട്ടിൽ ആക്രമിച്ചിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ജീപ്പ് വന്നു, പിടിച്ചു, ആൾക്കാരെയൊക്കെ കയറ്റണു. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ വലിയ ഇടിവണ്ടിയിൽ കയറ്റുമ്പോൾ, ഈ ബസ്സിൽ കയറ്റുമ്പോൾ ജനൽ വഴി പിള്ളേർ പുറത്തേക്ക് ചാടുമ്പോൾ ഒരു പോലീസുകാരൻ, ഒരു കോൺസ്റ്റബിൾ തടയുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പയ്യന് ഏകദേശം 16-17 വയസ്സുള്ളൂ. അയാൾ ആ പോലീസുകാരനോട് ചോദിച്ച ചോദ്യം കേട്ടിട്ട് ഞാൻ ഇത് കേരളമാണോ എന്ന് അന്തിച്ചു പോയി. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ നാളെ പ്രതികളുടെ ലിസ്റ്റ് നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തിക്കില്ലേ? എന്തിനാണ് ഞങ്ങളെ ഈ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നത്? ഞങ്ങളൊന്നും പ്രതികളാവാൻ പോകുന്നില്ല. അതൊക്കെ അതിനുള്ള ലിസ്റ്റൊക്കെ കൊണ്ടുവന്ന് തരും. എന്താണ് ഈ പറയുന്നത് അനിൽ നമ്പ്യാർ? അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നാളൊരു യഥാർത്ഥ പ്രതിയല്ല ഇത്തരം കേസുകളിലൊന്നും പോലീസ് പിടിക്കപ്പെടുന്നതിൽ ആ കുട്ടിയുടെ വിളിച്ചു പറയില്ല. ആ കുട്ടി ഇന്നസെൻ്റായിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടും അതിൻ്റെ കൂട്ടുകാർ പറയുന്നതനുസരിച്ചിട്ടും അത് പറഞ്ഞതായിരിക്കാം. പക്ഷേ ആ കുട്ടിയെപ്പോലുള്ളവർ അങ്ങനെ പോലീസുകാരോട്, ആരോടായി പറയുന്നത്? ക്രമസമാധാനം പാലിക്കേണ്ട കാക്കിധാരികളായ പോലീസിനോട് പറഞ്ഞ ഡയലോഗാണിത്. അപ്പം അങ്ങനെ പറയാനുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രബുദ്ധ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള പേരൊക്കെ കേരളത്തിന് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് എനിക്ക് ഈ സിദ്ധാർത്ഥൻ്റെ ഈ സംഭവം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുട്ടിയെ ക്രൂരമായിട്ട്, ഇനി മറ്റൊരു കാര്യം അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചതില്ലേ, ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു മറ്റേ കോർട്ട്യാർഡിൽ, കോളേജിൻ്റെ ഇൻറ്റേർണൽ കോർട്ട്യാർഡിൻ്റെ അവിടെ വെച്ചിട്ട് ഈ കുട്ടിയെ വിചാരണ ചെയ്യുമ്പോൾ 150 വിദ്യാർത്ഥികൾ നോക്കി നിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ 150 പേരും എന്നെ ഏറ്റവും പേടിപ്പിച്ച സംഗതി അതാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ കോളേജിൽ പോകുന്ന 4-5 പേരുണ്ട്. അവർ പഠിക്കുന്നത് സ്വാശ്രയ കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 150 പേര് നോക്കി നിന്നു എന്ന് പറയുമ്പോഴാണ് ആക്സിഡന്റ് പറ്റി വഴിയിൽ കിടക്കുന്ന ആളുകൾ വരുന്നവരും പോകുന്നവരുമൊക്കെ ഈ കൈകാര്യം ചെയ്യായിരുന്നു. എല്ലാവരും ചവിട്ടി പോവായിരുന്നു എന്ന്, വെറുതെ നിൽക്കുകയായിരുന്നില്ല എന്ന്. നോക്കൂ, ഇവർക്കൊന്നും മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാന്ന് തോന്നുന്നു. മനസാക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു മീഡിയം റേഞ്ചിൽ കാണുക. മനസാക്ഷിക്കും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലത്തെ 1-ാം പ്രതി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ക്ലിപ്പടക്കം വന്നിരിക്കുന്നത് ആ കുട്ടി ഗവേഷണ വിദ്യാർത്ഥിയാണെന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഇന്ത്യയിലത്തെ കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ അപഹസിച്ചിട്ട് പറയും അവിടെ സാക്ഷരത കുറവാണ്, നമ്മൾ പിന്നോക്ക സംസ്ഥാനം. നമ്മളീ പിന്നോക്ക സംസ്ഥാനം എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത്? മധുവിൻ്റെ കാര്യമായാലും ഈ വിഷയമായാലും ആ സഹപ്രവർത്തകയുടെ മുടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി നേതാവ് പറഞ്ഞ വിഷയമായാലും നമ്മളെയും നാളെ ഇത് ഒരു പിന്നോക്ക സംസ്ഥാനമായി കേരളം അധപ്പതിക്കുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കരകയറണം. കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്നത് കലാപകുലുഷിതമായ അന്തരീക്ഷത്തിൽ വെട്ടും കൊലയും പഠിക്കാനല്ല, വിദ്യാഭ്യാസം നേടാനാണ്. ആ വിദ്യാഭ്യാസം നേടുക വഴി ഉയരങ്ങളിലേക്ക് എത്താനാണ്. ഇത്തരത്തിലുള്ള ബോധമില്ലാതെ വരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് കേരളത്തിലെ കലാലയ അന്തരീക്ഷം മുഴുവൻ കുലുഷിതമാണ്. ഇപ്പം ഇന്ന് തന്നെ എനിക്ക് 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഫോൺ വന്നു. ഈ കേട്ടത് ശരിയാണോ? ഞങ്ങൾ ഓൺലൈനിലും അത് തന്നെ വാട്സപ്പിലും വായിക്കുന്നു. ഹരി ഇത് ഈ സംഭവം ശരിയാണോ? അപ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണ്. കേരളത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അത്ഭുതമുള്ളൊരു സംഭവമായിട്ട് ആൾക്കാർക്ക് മാറിക്കഴിഞ്ഞു. കാരണം എന്താ? ഇവിടെ റാഗിങ്ങിനെതിരെ കൃത്യമായ ഒരു നിയമ സംവിധാനം, ഒരു നീതി നിയമ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നത് എന്നുള്ളതാണ് അന്യ സംസ്ഥാനത്തിരിക്കുന്ന മലയാളികളെ ഉത്കണ്ഠാകുലരാക്കുന്നത്. അപ്പോൾ അനിൽ നമ്പ്യാർ, ഇനി ഇത്തരത്തിലൊരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ, അത് താങ്കൾ പറഞ്ഞ അവിടുത്തെ ഡീൻ അടക്കമുള്ളവരാണ് കുറ്റവാളികളെങ്കിൽ അവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം സമഗ്രമായി നടക്കണം. ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്നാണ് എന്നെ പോലെ പ്രായമായൊരു വ്യക്തിക്ക് പറയാനുള്ളത്.